ഗുഡ് മോർണിംഗ് കുട്ടികളെ, എല്ലാവർക്കും നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാ വസ്തുക്കൾക്കും ചാർജ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള വസ്തുക്കളുണ്ട്, നെഗറ്റീവ് ചാർജുള്ള വസ്തുക്കളുണ്ട്, ന്യൂട്രലായിരിക്കുന്ന വസ്തുക്കളുണ്ട്. അതേപോലെ തന്നെ ഉണ്ടായ ചാർജ് മറ്റ് വസ്തുക്കളിലേക്ക് ഇമ്പാർട്ട് ചെയ്യാനുള്ള പ്രോസസ്സും നമ്മൾ പഠിച്ചതാണ് അല്ലേ. രണ്ട് വസ്തുക്കളെ തമ്മിൽ ഉരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോഴോ ഒരു വസ്തുവിലുള്ള ചാർജ് മറ്റൊരു വസ്തുവിലേക്ക് കൈമാറപ്പെടുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ആ മെത്തേഡിനെ പറയുന്ന പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ കണ്ടക്ഷൻ വഴി ചാർജ്ഡ് ആയിട്ടുള്ള ബോഡീസ് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് നമുക്ക് തിരിച്ചറിയണം. വേണ്ടേ? നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്ന ബോഡി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തിരിച്ചറിയണം. അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇലക്ട്രോസ്കോപ്പ് എന്നുള്ളത്. ഇലക്ട്രോസ്കോപ്പിൻ്റെ നല്ല ഭംഗിയുള്ള ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്, ഒരു ലേ ഔട്ട് മാത്രമാണ് ടീച്ചർ ഇവിടെ വരയ്ക്കുന്നത്. ബാക്കി നിങ്ങളെല്ലാവരും ഇന്നത്തെ ക്ലാസ്സിന് ശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നിവർത്തി ഇലക്ട്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ആ പിക്ചറും കൂടി നോക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ, ഒരു ഗ്ലാസ് ജാറാണിത്. ആ ഗ്ലാസ് ജാറിൻ്റെ ഉള്ളിൽ ഒരു മെറ്റാലിക് റോഡ് ഉണ്ടായിരിക്കും, ഒരു മെറ്റാലിക് കണ്ടക്ടർ. ആ മെറ്റാലിക് കണ്ടക്ടറിന് നമുക്ക് ഇവിടെ ചുവന്ന അടയാളത്തിൽ കൊടുക്കാം. ഇതാണ് മെറ്റാലിക് കണ്ടക്ടർ. ഈ മെറ്റാലിക് കണ്ടക്ടറിൻ്റെ അറ്റത്ത് രണ്ട് ലീഫുകൾ ഉണ്ടായിരിക്കും. ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നേർത്തതായിട്ടുള്ള ഒരു തകിട് പോലെയുള്ള രണ്ട് ലീഫുകൾ ഉണ്ടായിരിക്കും. അത് ഗോൾഡൻ ലീഫുകളാണ്, ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയത്. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഗോൾഡൻ ലീഫ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് മെറ്റാലിക് റോഡ്. രണ്ട് ഗോൾഡൻ ലീഫുകളുണ്ട്. ഓക്കെ, ഇനി ഈ നമ്മൾ ഉപയോഗിച്ചുള്ള ഈ ജാറിൻ്റെ ഭാഗം എന്ന് പറഞ്ഞത് ഒരു നല്ലൊരു കോർക്ക് കൊണ്ട് സീൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ജാറുണ്ട്, മെറ്റാലിക് റോഡുണ്ട്, ഗോൾഡ് ലീവ്സുകളുണ്ട്. ഇനി ഈ ജാറിൻ്റെ മുകൾ ഭാഗം, ആ മുകൾ ഭാഗത്ത് ഒരു മെറ്റാലിക് സ്പിയർ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു മെറ്റാലിക് സ്പിയറും ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൻ്റെ സെറ്റപ്പ്. ഇനി ഈ ഇലക്ട്രോസ്കോപ്പ് എങ്ങനെയാണ് ചാർജ്ഡ് ബോഡീസിനെ ഡിഫൈൻ ചെയ്യണത് അല്ലെങ്കിൽ കണ്ടെത്തുന്നത് നോക്കാം. So we are generally using electroscope to understand or to know the presence of static electric charge. സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജസിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്, ഇലക്ട്രോസ്കോപ്പ്. ഇനി ഇലക്ട്രോസ്കോപ്പിൽ എങ്ങനെയാണ് നമ്മൾ ചാർജ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ കണ്ടക്ഷൻ വഴി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡീനെ നമ്മൾ ഈ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ we are keeping one negatively charged rod near the metallic ball. ഈ മെറ്റാലിക് ബോളിൻ്റെ അടുത്ത് തൊട്ടില്ല എന്ന രീതിയിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് റോഡ് കൊണ്ടുവരിക. അപ്പോൾ കുട്ടികളെ, ഇതിന് മുന്നേ ഒരു കണ്ടീഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറ്റാലിക് റോഡ് വരുന്നതിന് മുൻപ് നമ്മളുടെ ഇലക്ട്രോസ്കോപ്പിൽ യാതൊരുവിധ ചാർജസും ഇല്ല, അത് കംപ്ലീറ്റ്ലി ന്യൂട്രലാണ്. അങ്ങനെ ന്യൂട്രലായിരിക്കുന്ന ഇലക്ട്രോസ്കോപ്പിൻ്റെ അടുത്തേക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള റോഡ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഒരു ചാർജ്ഡ് റോഡ് നമ്മുടെ ഈ മെറ്റാലിക് സ്പിയറിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ മെറ്റാലിക് ബോളിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, എഗെയിൻ ബൈ കണ്ടക്ഷൻ ഈ മെറ്റാലിക് സ്പിയറിൻ്റെ എൻഡിലെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ പോസിറ്റീവ് ചാർജസുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ,
ഇവിടെ മൊത്തം എന്തായിരിക്കും? പോസിറ്റീവ് ചാർജസ് വരും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മളുടെ ഈ ഗോൾഡ് ലീഫുകളുടെ എൻഡിൽ മൊത്തം നെഗറ്റീവ് ചാർജസ് വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, നോക്കൂ, ഈ ഗോൾഡ് ലീഫിൻ്റെ എൻഡിൽ, ഇപ്പോൾ നമ്മുടെ ഇതാണ് ഗോൾഡ് ലീഫിൻ്റെ എൻഡ്, ഈ എൻഡിൽ മൊത്തം നെഗറ്റീവ് ചാർജസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ? നെഗറ്റീവ് ചാർജസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? രണ്ട് ഗോൾഡ് ലീഫിലും നെഗറ്റീവ് ചാർജസുകളാണ് വരുന്നതെങ്കിൽ അവർ റിപ്പൽ ചെയ്യും. അതായത് ആ ലീഫുകൾ തമ്മിൽ ഡൈവേർജ് ചെയ്ത് നിൽക്കും. അവർ തമ്മിൽ ഒരു ആംഗിൾ വ്യത്യാസത്തിൽ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് നിൽക്കും. അപ്പോൾ അവരവിടെ ഡൈവേർജ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കൊണ്ടുവന്നിട്ടുള്ള റോഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ? നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ഒരു റോഡ് കൊണ്ടുവന്നപ്പോഴാണ് ഈ ഒരു ഗോൾഡ് ലീഫുകൾ റിപ്പൽ ചെയ്ത് നിന്നത്. ഇനി നമ്മളൊരു വേറൊരു സിറ്റുവേഷൻ എടുക്കുകയാണ്. ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ചാർജ്ഡ് ആയിട്ടുള്ള ഈ റോഡിനെ നമ്മൾ മാറ്റുകയാണ്. ഈ ചാർജ്ഡ് ആയിട്ടുള്ള റോഡിനെ നമ്മൾ മാറ്റുകയാണ്. ആ റോഡിനെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൽ എന്തായിരിക്കും? ഇവിടെ പോസിറ്റീവ് ചാർജസ് ആയിരിക്കും അല്ലേ? ഈ ഒരു ചാർജ് റോഡിനെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൽ കംപ്ലീറ്റ് പോസിറ്റീവ് ചാർജസ് ആയിരിക്കും. അതായത് ഇലക്ട്രോസ്കോപ്പിൻ്റെ ഉൾഭാഗത്ത് മൊത്തം എന്ത് ചാർജസ് ആയിരിക്കും? പോസിറ്റീവ് ചാർജസ്. കാരണം എന്താണ്? കണ്ടക്ഷൻ വഴി നമ്മൾ ഓൾറെഡി ചാർജ്ഡ് ആക്കിയതാണ്. സോ ഇറ്റ് വിൽ ഓൾവേസ് എക്സിബിറ്റ് പോസിറ്റീവ് ചാർജസ് ഇൻസൈഡ് ദാറ്റ്, ഓർ ഇറ്റ് വിൽ എക്സിബിറ്റ് പോസിറ്റീവ് ചാർജസ് ഓൺ ദ ലീവ്സ്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോസ്കോപ്പായി. ഈ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ വിരൽ കൊണ്ട് തൊടുക എന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഈസ് അവർ ഫിംഗർ. ഓക്കെ, ദിസ് ഈസ് someone's finger. So if you touch that one, what you can see that the leaf will move close together. ഈ ലീഫുകൾ രണ്ടും അടുപ്പിച്ചിട്ട് വരും. അതായത് അവർ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൽ നമ്മളത് ചാർജ്ഡ് ആക്കി വെച്ച സമയത്ത് നമ്മൾ നമ്മുടെ കൈ കൊണ്ടാണ് ആ മെറ്റാലിക് ബോൾ തൊടുന്നത്. ആ മെറ്റാലിക് ബോൾ തൊടുന്നതോടെ ആ ലീഫ് എന്ത് ചെയ്യുന്നു? ലീഫ് ദേ വിൽ കം ക്ലോസ് ടുഗദർ. വൈ? എന്തായിരിക്കും അതിൻ്റെ കാരണം? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈ എന്ന് പറയുന്നത് നമ്മൾ എന്തുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നു? ഭൂമിയുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ചാർജസ് മൊത്തം എങ്ങോട്ട് പോകും? ഭൂമിയിലേക്ക് പോകും. ഓക്കെ, എല്ലാ ചാർജസും കൂടി ഭൂമിയിലേക്ക് പോകും. ഈ ഒരു ചാർജിങ് പ്രോസസ്സിനെ പറയുന്ന പേരാണ് എർത്തിങ്. എന്താണ് ഇതിൻ്റെ പറയുന്ന പേര്? എർത്തിങ്. ദാറ്റ് മീൻസ് വി ആർ ലീക്കേജ് ഓഫ് ചാർജസ് ഓൺ ടു ദി എർത്ത് എന്ന് പറയാം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എർത്തിങ് എന്ന് പറയുന്നത്. എർത്തിങ് എപ്പോഴാണ് ഉണ്ടായത്? നമ്മൾ ആ മെറ്റാലിക് സ്പിയറിനെ തൊട്ട് മണ്ണോട് കൂടെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു? ആ ചാർജസ് മൊത്തം നമ്മുടെ ശരീരത്തിൽ കൂടെ വന്ന് നമ്മുടെ എർത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ആക്ച്വലി വി ആർ കണക്റ്റിംഗ് എ ബോഡി ടു എൻ എർത്ത് അല്ലേ? അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എർത്തിങ് എന്ന് പറയുന്നത്.
അപ്പോൾ എർത്തി ചെയ്യുന്നതോടെ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾ ബോഡി എന്താകും? ന്യൂട്രലൈസ്ഡ് ആകും. ഹോൾ ബോഡി വിൽ ബി ന്യൂട്രലൈസ്ഡ്. എല്ലാ ചാർജസും എർത്തിലേക്ക് പോകും. അങ്ങനെ അവിടെ നിൽക്കുന്ന ബോഡി കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ന്യൂട്രൽ ബോഡിയായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ സഹായിക്കുക, ഭൂമിയാണ് ഇതിന് സഹായിച്ചല്ലേ. അപ്പോൾ ഭൂമിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഭൂമി ഒരുപാട് ഇലക്ട്രോൺസിനെ റിസീവ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഗ്രഹമാണ്. അതും എത്ര എമൗണ്ട് ഇലക്ട്രോൺസിന് വേണിച്ചാലും അത് ആഗിരണം ചെയ്യും. അതുകൊണ്ടല്ലേ നമ്മൾ മിന്നലൊക്കെ വരുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. മിന്നലൊക്കെ ആകാശത്ത് നിന്ന് പൊട്ടി നമ്മുടെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയാണ്. ഒരു ആയിരക്കണക്കിന് വോൾട്ടേജ് ഉള്ള മിന്നലുകളാണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് എങ്ങനെയാണ്? എർത്തിങ് വഴിയാണ് കേട്ടോ. ഈ മിന്നലുകളെല്ലാം ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ ഭൂമി എന്ത് ചെയ്യും? ഈ ഇതിലുള്ള എല്ലാ ഇലക്ട്രോൺസിനെ ആഗിരണം ചെയ്ത് സേവ് അസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയെ നമ്മൾ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കഴിവ് നമ്മുടെ ഭൂമിക്കുള്ളതുകൊണ്ട് ഭൂമിനെ നമ്മൾ ഇലക്ട്രോൺ ബാങ്ക് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എർത്തിങ് മുഖേന നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബോഡീനെ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസ് ആക്കണം. വി ആർ കംപ്ലീറ്റ്ലി ന്യൂട്രലൈസിങ് ദാറ്റ് ബോഡി. അതിലൊരു ചാർജും ഇല്ലാതെ നിർത്തുക. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്കോപ്പിൽ എങ്ങനെയാണ് ചാർജ്ഡ് ബോഡീസിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ള വിധമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ ഒരു ചാർജ്ഡ് ബോഡി കൊണ്ടുവന്നു. ആ ചാർജ്ഡ് ബോഡി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സെയിം ചാർജസ് ആയിരിക്കും ആ ഗോൾഡ് ലീഫിൽ ഇൻഡ്യൂസ് ചെയ്യിക്കുക. ആ ചാർജസ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലീഫ് റിപ്പൽ ചെയ്യും. റിപ്പൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കണം മുകളിൽ കൊണ്ടുവന്നത് സെയിം ചാർജാണ്. ഇനി എർത്തൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലീഫ് എല്ലാം ക്ലോസ്ഡ് ആയിട്ട് വരും. അതായത് ആ നമ്മളുടെ ഇലക്ട്രോസ്കോപ്പ് മൊത്തം ന്യൂട്രലായി തീർന്നു. ഇനി ന്യൂട്രലായതിനു ശേഷം നമ്മൾ എർത്തിങ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ ഒരു എർത്തിങ് റിമൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും നോക്കാം. ന്യൂട്രലായതിനു ശേഷം നമ്മൾ എർത്തിങ് നമ്മൾ കൈ എടുത്ത് മാറ്റാമെന്ന് വിചാരിക്കും. കൈ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോസ്കോപ്പിൽ വല്ല ചാർജ് ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും കേട്ടോ. നമ്മൾ എർത്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോസ്കോപ്പിൽ അതുവരെ ഏത് ചാർജ് ആണോ ആ മെറ്റാലിക് ബോളിൽ ഉള്ളത് ആ ചാർജ് തന്നെ കംപ്ലീറ്റ് ആ ബോഡിയിലുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മെറ്റാലിക് ബോളിൽ ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജസ് അല്ലേ. ഈ പോസിറ്റീവ് ചാർജസ് തന്നെയാണ് ആ ലീഫിലും ഉണ്ടാവുക. നമുക്ക് 2 ലീഫില്ലേ, ആ ലീഫിൽ എന്തുണ്ടാകും? ഈ ഒരു ചാർജ് തന്നെ ഉണ്ടായിരിക്കും. പിന്നെ പോസിറ്റീവ് ചാർജസ് ലീവ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ വിൽ റിപ്പൽ ഈച്ച് അതർ അല്ലേ. റിപ്പൽ ചെയ്തിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ മിടുക്കനായിട്ടുള്ള ഇലക്ട്രോസ്കോപ്പിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോസ്കോപ്പ് എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കുക, അതിൽ എങ്ങനെയാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ വർക്കൗട്ട് ആവണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇലക്ട്രോസ്കോപ്പിൽ ചാർജ് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏത് ബോഡിയാണോ കൊണ്ടുവരുന്നത് ആ ബോഡിയിൽ അതേ ചാർജ് ആയിരിക്കും ആ ഗോൾഡൻ ലീഫിലും ഉണ്ടായിരിക്കുക. Charge form would be one opposite to that of the body used to charge it. ഓക്കെ കുട്ടികളെ, ഇനി നമ്മൾ പഠിക്കുന്നത് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിങ് ഡിവൈസസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ബാറ്ററി കണ്ടിട്ടുണ്ട് അല്ലേ. ബാറ്ററിയിൽ എന്തുണ്ട്? നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതേപോലെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ഒരു ചെറിയൊരു ഡിവൈസസ് ആണ് ഇത്. ചെറിയതല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഡിവൈസാണ് എന്ത്? കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്ററിൽ ആക്ച്വലി 2 മെറ്റാലിക് സ്ട്രിപ്പുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഒരു പെർട്ടിക്കുലർ ചാർജ് ആയിരിക്കും, മറ്റൊന്നിലേക്ക് ഈ ഒരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യാറ്.
അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇതാണ് ഫസ്റ്റ് മെറ്റാലിക് സ്ട്രിപ്പ്, ഇതാണ് സെക്കൻഡ് മെറ്റാലിക് സ്ട്രിപ്പ്. അപ്പോൾ ഇതിൽ ഈ എ പറഞ്ഞ സ്ട്രിപ്പ് മൊത്തം പോസിറ്റീവ് ചാർജ്ഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എ പറഞ്ഞുള്ള സ്ട്രിപ്പ് മൊത്തം പോസിറ്റീവ് ചാർജ്ഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കീപ്പിംഗ് ക്ലോസ് ടു ദി സ്ട്രിപ്പ് ബി. ഓക്കെ, കീപ്പിംഗ് ക്ലോസ് ടു ദി സ്ട്രിപ്പ് ബി. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിലേക്ക് എന്ത് ചെയ്യും, ഈ ചാർജ് എന്തായാലും ഇൻഡ്യൂസ് ചെയ്യിക്കും അല്ലേ. ദി ചാർജസ് വിൽ ഇൻഡ്യൂസ് ഓൺ ദി സർഫസ് ഓഫ് ബി. അപ്പോൾ എയുടെ ഈ അറ്റത്ത് സെയിം അറ്റത്ത് വരുന്നിടത്തൊക്കെ എന്ത് ചാർജസ് വരും, നെഗറ്റീവ് ചാർജസ് വരും. ഓക്കെ, നെഗറ്റീവ് ചാർജസ് വരും. ആൻഡ് അതർ സൈഡിൽ എന്തായിരിക്കും, പോസിറ്റീവ് ചാർജസ് വരും. പോസിറ്റീവ് ചാർജസ് വരും. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ്ലി ഒരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിന് തൊട്ടപ്പുറത്ത് നമ്മൾ വേറൊരു സ്ട്രിപ്പ് വെച്ചു. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്കോപ്പിൽ കണ്ട അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ സ്ട്രിപ്പിൽ നിന്ന് ചാർജസ് അപ്പുറത്തേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഈ എ പറഞ്ഞ സ്ട്രിപ്പിൻ്റെ അടുത്തുള്ള ഭാഗം മൊത്തം അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജസ് വരും. ആൻഡ് അതിൻ്റെ നിയർ ബൈ സൈഡിൽ മൊത്തം എന്ത് ചെയ്യും, പോസിറ്റീവ് ചാർജസുകൾ വരും. സോ ഈ ഒരു അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് വി ക്യാൻ റിറ്റെയിൻ ദിസ് എനർജി ഓർ റിറ്റെയിൻ ദീസ് ചാർജസ് ഫോർ എ ലോങ് ടൈം. So this is the basic arrangement of the capacitor. And if you think that we can earthen the second strip like this, what you can see, all the positive charges will flow to the earth, and this B strip will be always with the negative charges. അല്ലേ, ബി പറഞ്ഞുള്ള സ്ട്രിപ്പ് മൊത്തം നെഗറ്റീവ് ചാർജസ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റേഴ്സിൽ ചാർജസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആക്ച്വലി കപ്പാസിറ്റേഴ്സ് അതിൻ്റെ ഈ ഒരു ഇടയിലുള്ള മീഡിയംസ് ഉണ്ട്. ഈ മീഡിയം എന്ന് പറഞ്ഞത് നമ്മൾ ഡൈഇലക്ട്രിക്സ് പറഞ്ഞിട്ടുള്ള മീഡിയംസ് ആണ് യൂസ് ചെയ്യാറ്. എക്സാമ്പിൾസ്, ദെയർ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ലൈക്ക് പേപ്പർ, എയർ, പോളിസ്റ്റർ, ഇതൊക്കെയാണ് നമ്മൾ ഡൈഇലക്ട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യാറ്. ഇനി ഒരു കപ്പാസിറ്ററിൻ്റെ എബിലിറ്റി or the ability of a capacitor to store a charge is known as its capacitance. എന്താണ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പാസിറ്ററിന് അതിൻ്റെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്, കപ്പാസിറ്റൻസ് എന്നായിട്ട് പറയുന്നത്. അതിൻ്റെ യൂണിറ്റാണ് ഫാരഡ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഫാരഡ്. മൈക്രോ ഫാരഡ് ഉണ്ട്, പൈക്കോ ഫാരഡ് ഉണ്ട്. ഓക്കെ, അത് പല റേഞ്ചസിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് അറിയേണ്ടത്. കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ സ്റ്റോറിങ് ഡിവൈസസ്, ഇറ്റ് ഈസ് എ ഇലക്ട്രിക് ചാർജ് സ്റ്റോറിങ് ഡിവൈസസ്, ആൻഡ് there is a metallic strip using in that one, and in between the metallic strip we are using dielectrics and electrics majorly as like paper, polyester and air, etc. And basically they are insulators. Okay, and thus we are storing charges in such devices. Okay, and the ability of a capacitor to store charge is known as its capacitance, and its unit is farad.